എം.എ. യൂസഫ് അലി ലോകമറിയുന്ന വ്യവസായിയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ്. അധികം വ്യവസായ രംഗത്ത് പ്രഗത്ഭനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. പക്ഷേ എം.എ. യൂസഫ് അലി പാട്ട് പാടുമോ? അദ്ദേഹം ഇതുവരെയും ഒരു വേദിയിലും പാട്ട് പാടുന്നത് ആരും കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ നന്നായി പാട്ടുപാടുകയും ചെയ്യും. എം.എ. യൂസഫ് അലിയുടെ പിതൃ സഹോദര പുത്രനും ലുലു ഗ്രൂപ്പ് ഡയറക്ടറുമായ എം.എ. സലീമിൻ്റെയും സഹീറ സലീമിൻ്റെയും മകൾ നൗറിനും മലപ്പുറം മഞ്ഞളാംകുഴി ഹൗസിൽ മഞ്ഞളാംകുഴി അബ്ദുള്ളയുടെയും ബീനയുടെയും മകൻ ആബിദും വിവാഹിതരായി. ഈ വിവാഹത്തെ ചടങ്ങിൽ വിവാഹം നടന്നത് തൃശൂർ ഹയാത്ത് റീജൻസി കൺവെൻഷൻ സെൻറ്ററിലാണ്. ആ ചടങ്ങിൽ എല്ലാവരുമൊപ്പം ആഘോഷപൂർവ്വം പാട്ടുപാടുന്ന എം.എ. യൂസഫ് അലി, ആ യൂസഫ് അലി പാട്ടുപാടുന്ന ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് നമുക്കൊന്ന് കാണാം. പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷൈഖ് അലി അൽ ഹാഷ്മി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരാണ് വിവാഹത്തിന്റെ കാർമ്മികത്വം വഹിച്ചത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭരെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പങ്കെടുത്തു എന്നും പറയേണ്ട കാര്യമില്ല. നടൻ രജനീകാന്ത് മുതൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം വിവാഹ ചടങ്ങിൽ വന്നപ്പോൾ സ്വീകരിക്കാനെത്തിയത് എം.എ. യൂസഫ് അലി തന്നെയാണ്. അദ്ദേഹം രജനീകാന്തിന്റെ കൈപിടിച്ച് വിവാഹ ഹാളിലേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള വ്യവസായ വാണിജ്യ പ്രമുഖരുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒരു സംഗമ സ്ഥലമായി വിവാഹ വേദി മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഏറ്റവും ശ്രദ്ധേയം എം.എ. യൂസഫ് അലിയുടെ പാട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്
വലിയ വൈറലായി ആ ഗാനം മാറുന്നത്.